സെൽഫ് ലേണിംഗ് അഭിമിസ് ആണ്. മക്കളെ നമ്മുടെ ഓണം എക്സാം അടുത്തെത്തി അല്ലെ. അപ്പോൾ ഓണം എക്സാമിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കിയാലോ. സോ നമുക്കറിയാം ഫസ്റ്റ് ആക്ടിവിറ്റി എപ്പോഴും നമുക്കൊരു പാസേജ് ക്വസ്റ്റ്യൻ ആയിരിക്കും, ഒരു റീഡിങ് കോംപ്രഹെൻഷൻ ആയിരിക്കും അല്ലെ. പുറത്തുനിന്ന് ഒരു പാസേജോ ഒരു പോമോ അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റോറിയോ തന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ എക്സാമിന് ഫസ്റ്റ് ആക്ടിവിറ്റി, കമ്പൾസറി ആയിട്ടുള്ളൊരു ആക്ടിവിറ്റി. അപ്പോൾ അങ്ങനെ ഒരു ആക്ടിവിറ്റി നമുക്ക് നോക്കിയാലോടാ. Activity 1 Reading Comprehension. Read the following poem and answer the questions that follow. താഴെ ഒരു പോം തന്നിട്ടുണ്ട്, ഒരു കവിത തന്നിട്ടുണ്ട്. ആ കവിത വായിച്ചിട്ട് അതിനെ ബേസ് ചെയ്ത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യുക. ആ കവിത നോക്കിക്കേ. I flew my kite so high today. ഞാൻ എന്ത് ചെയ്യാണ്? എൻ്റെ കൈറ്റ്, എൻ്റെ പട്ടം വളരെ ഉയരത്തിൽ ഞാൻ ഇന്ന് പറത്തി അല്ലെ. ഫ്ലൂ എന്ന് പറഞ്ഞാൽ എന്താ? ഫ്ലൈയുടെ പാസ്റ്റൻസ് ആണല്ലേ, പരത്തി. ഐ ഫ്ലൂ മൈ കൈറ്റ് സോ ഹൈ ടുഡേ. വളരെ ഉയരത്തിലാണ് ഞാനിന്ന് എൻ്റെ പട്ടം പറത്തി. ഇറ്റ് ഡാൻസ്ഡ് ആൻഡ് സ്വെയ്ഡ് ആൻഡ് ദെൻ ഫ്ലൂ അവേ അല്ലേ. ഇത് ഡാൻസ് ചെയ്ത് ഇങ്ങനെ ഒന്ന് ആടി, എന്നിട്ട് അത് എന്ത് ചെയ്തു? ദൂരേക്ക് പറന്നു പോയി. ദ ക്ലൗഡ്സ് വെർ വൈറ്റ്, ദ ബ്രീസ് വാസ് ലൈറ്റ് അല്ലേ. നല്ലതാ വെളുത്ത നിറത്തിലുള്ള ക്ലൗഡ്സ് അല്ലേ, മഴമേഘങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ ബ്രീസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഇളം കാറ്റ് അല്ലേ. ബ്രീസ് വാസ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? വളരെ ഒരു ഇളം കാറ്റ് വീശുന്നുണ്ടായിരുന്നു. മൈ കൈറ്റ് സോൾഡ് വിത്ത് ജോയ് ആൻഡ് ഡിലൈറ്റ് അല്ലേ. എൻ്റെ പട്ടം സന്തോഷം കൊണ്ട് എന്ത് ചെയ്യാണ്? ജോയ് ആൻഡ് ഡിലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സന്തോഷം, ഒരു ആഹ്ലാദം കൊണ്ട് വളരെ എൻജോയ് ചെയ്യായിരുന്നു ആര്? എൻ്റെ കൈറ്റ് അല്ലേ. ഇറ്റ് ഡിപ്ഡ് ആൻഡ് റോസ് എ ടൈനി ഡോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഇത് ഡിപ്പ് ചെയ്ത് അത് താഴേക്ക്, പട്ടം എന്ന് പറഞ്ഞാൽ താഴേക്ക് പോവും മുകളിലേക്ക് പോകും അല്ലേ. താഴേക്ക് പോയി. റോസ് റൈസ് എന്ന് പറഞ്ഞാൽ എന്താ? മുകളിലേക്ക് പോയി അല്ലെ. താഴേക്ക് പോയി, മുകളിലേക്ക് പോയി. എന്നിട്ട് എന്താണ്? ഒത്തിരി പറന്ന് മുകളിലേക്ക് പോയപ്പോൾ ഒരു ചെറിയ കുത്ത് പോലെ, ഒരു ടൈനി ഡോട്ട് പോലെ തോന്നി. I ran and loved. I ran a lot. അപ്പോൾ എൻ്റെ ഒരു പട്ടം മുകളിലേക്ക് പോയപ്പോൾ എനിക്ക് വളരെ സന്തോഷമാണല്ലേ. ഞാൻ ഓടി അല്ലെ, ഞാൻ ചാടി, ഞാൻ സന്തോഷത്തോടെ ഓടിയിട്ട് ഞാൻ ഒത്തിരി ഓടി. I held the string tight and felt so proud. പട്ടത്തിൻ്റെ ഒരു എന്താ പറയുക, സ്ട്രിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നൂല് ഞാൻ വളരെ ടൈറ്റായിട്ട് പിടിച്ചിരിക്കുകയാണ്. പട്ടം എത്ര ഉയരത്തിൽ പോയാലും ഞാനതിനെ വിട്ടിട്ടില്ല അല്ലേ. എനിക്ക് വളരെ പ്രൗഡ് തോന്നി, അഭിമാനം തോന്നി. As it waved gently among the cloud അല്ലെ. അതാ ക്ലൗഡിൻ്റെ ഇടയിൽ അല്ലെ, മഴമേഘങ്ങൾക്കിടയിൽ അത് വേവ് ചെയ്യുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ആടി 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 അത് പോകുന്ന കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി, വളരെ പ്രൗഡ് തോന്നി എന്ന് പറയാണ്. അപ്പോൾ ഒരു കുട്ടി പട്ടം പറത്തുന്നതിനെ പറ്റിയിട്ടാണ് നമുക്ക് തന്നിട്ടുള്ള ഈ ഒരു പോം അല്ലെ. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നോക്കിക്കേടാ. വാട്ട് ഡിഡ് ദ സ്പീക്കർ ഡു വിത്ത് ദ കൈറ്റ്? വാട്ട് ഡിഡ് ദ സ്പീക്കർ ഡു വിത്ത് ദ കൈറ്റ്? നമ്മുടെ സ്പീക്കർ ഈ ഒരു കൈറ്റ് കണ്ട അല്ലാന്നുണ്ടെങ്കിൽ പട്ടം കൊണ്ട് എന്താണ് ചെയ്തത്? പെയിന്റഡ് ഇറ്റ്, അതിനെ പെയിന്റ് ചെയ്യാണോ? ഫ്ലൂ ഇറ്റ്, അത് പറത്താണോ? ഗേവ് ഇറ്റ് അവേ, അത് ദൂരേക്ക് കൊടുക്കാണോ? ലോസ്റ്റ് ഇറ്റ്, അത് നഷ്ടപ്പെടുത്തിയോ? എന്താണ് ഇതിൻ്റെ ആൻസർ? താഴെ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓപ്ഷൻ എയുടെ ആൻസർ ഇന്നതാണെന്ന് കമൻറ്റ് ചെയ്യാം. വാട്ട് ഡിഡ് ദ സ്പീക്കർ ഡു വിത്ത് ദ കൈറ്റ്? എന്താണ് നമ്മുടെ സ്പീക്കർ ഈ ഒരു കൈറ്റ് കൊണ്ട് ചെയ്തത്? എന്തായിരുന്നു ആൻസർ? യെസ്, അത് പറത്തി അല്ലേ, ഫ്ലൂ ഇറ്റ് എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. വാട്ട് വാസ് ദ വെദർ ലൈക്ക് ഡ്യൂറിങ് ദ കൈറ്റ് ഫ്ലൈയിങ് അല്ലെ. പട്ടം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അവിടെയുള്ള വെദർ എന്ന് പറഞ്ഞാൽ എന്താ? അവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയായിരുന്നു എന്നാണ് അല്ലേ. റെയിനി ആൻഡ് വിൻഡി അല്ലെ. ഭയങ്കര കാറ്റും മഴയുമായിരുന്നു. ഹോട്ട് ആൻഡ് സ്റ്റോമി, ചൂടും ഭയങ്കര കൊടുങ്കാറ്റുമായിരുന്നു. ക്ലൗഡി വിത്ത് എ ലൈറ്റ് ബ്രീസ്, മഴമേഘങ്ങളൊക്കെ ആയിട്ട് ഒരു ഇളം കാറ്റായിട്ടായിരുന്നു. സ്നോയി ആൻഡ് കോൾഡ്, മഞ്ഞ് വീണ് ആകെ തണുത്ത് വരച്ചതായിരുന്നു. ഏതാണ്? രണ്ടിൻ്റെ ആൻസർ എന്താണെന്നുള്ളത് താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തായിരുന്നു? റെയിനി ആൻഡ് വിൻഡി ആണോ? ഹോട്ട് ആൻഡ് സ്റ്റോമി ആണോ? ക്ലൗഡി വിത്ത് എ ലൈറ്റ് ബ്രീസ് എന്ന് പറയുന്നുണ്ടല്ലേ. ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. വാട്ട് ഈസ് ദ മൂഡ് ഓഫ് ദ പോം? നമ്മുടെ പോത്തിൻ്റെ മൂഡ് എന്താണ്, അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ തീം എന്താണെന്നാണ് നമ്മുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഔട്ട് എ പെയർ ഓഫ് റൈമിംഗ് വേർഡ്സ് ഫ്രം ദ പോം. പോയത്തിൽ നിന്ന് റൈമിംഗ് വേർഡ്സ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഫൈൻഡ് ഔട്ട് ദ വേർഡ് ദാറ്റ് മീൻസ് ഹാപ്പിനെസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? സന്തോഷം എന്ന അർത്ഥം വരുന്ന വേർഡ് ഇതിൽ നിന്ന് കണ്ടുപിടിക്കുക. സോ വാട്ട് ഈസ് ദ മൂഡ് ഓഫ് ദ പോം? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നമ്മുടെ ഈ ഒരു പോത്തിൻ്റെ മൂഡ് എന്താണെടാ? വളരെ സന്തോഷമുള്ളതാണ് അല്ലേ. നമുക്ക് എങ്ങനെ എഴുതാം? ജോയ്ഫുള്ളും അതുപോലെ തന്നെ ചിയർഫുള്ളുമാണ്. ജോയ്ഫുള്ളും ചിയർഫുള്ളുമായിട്ടുള്ള ഒരു മൂഡാണ് എന്ത്? നമ്മുടെ ഈ ഒരു പോത്തിന്. ഓക്കെ, ജോയ്ഫുൾ ആൻഡ് ചിയർഫുൾ ആയിട്ടുള്ള, ഓക്കെ, ജോയ്ഫുൾ ആൻഡ് ചിയർഫുൾ മൂഡാണ് കേട്ടോ. ജോയ്ഫുൾ ആൻഡ് ചിയർഫുൾ ആയിട്ടുള്ളൊരു മൂഡാണ്. അടുത്ത് നോക്കിക്കേ, പെയർ ഓഫ് റൈമിംഗ് വേർഡ്സ് അല്ലെ. റൈമിംഗ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഒരേ വാക്കിൽ എൻഡ് ചെയ്യുന്നത് അല്ലെ. അതായത് മിസ് ഒരു എക്സാമ്പിൾ പറയാം. നമ്മുടെ പിഗ്, ഓക്കെ, യെസ്, ഇവിടെ നോക്കിക്കേ, പിഗ്, ഡിഗ് ഒരേ ശബ്ദത്തിലാണ് എൻഡ് ചെയ്യുന്നത് കണ്ടോ.
പിഗ്, ഡിഗ് ഒരേപോലെയല്ലേ ഇത് എൻഡ് ചെയ്യുന്നത്. അതുപോലെ നോക്കിക്കേടാ ബാറ്റ്, ഹാറ്റ്, കണ്ടോ ബാറ്റ്, ഹാറ്റ് ഒരേ ശബ്ദത്തിൽ എൻഡ് ചെയ്യുന്ന ഇങ്ങനെയുള്ള വാക്കുകളെയാണ് റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പോത്തിൽ ഒരേ ശബ്ദത്തിൽ എൻഡ് ചെയ്യുന്ന നോക്കിക്കേടാ പ്രൗഡ്, ക്ലൗഡ്, കണ്ടോ പ്രൗഡ്, ക്ലൗഡ് ഒരേപോലെയല്ലേ എൻഡ് ചെയ്യുന്നത്. ലൈറ്റ്, ഡിലൈറ്റ്, കണ്ടോ ലൈറ്റ്, ഡിലൈറ്റ് ഒരേ ശബ്ദത്തിലാണ് അല്ലേ. അപ്പൊ അതുപോലെ തന്നെ നോക്കിക്കേ ഡോട്ട്, ലോട്ട്, കണ്ടോ ഡോട്ട്, ലോട്ട് ഇതൊക്കെ ഒരേ ശബ്ദത്തിലാണ് എൻഡ് ചെയ്യുന്നത്. അപ്പൊ ഇതുപോലെയുള്ള വാക്കുകളെയാണ് നമ്മൾ എന്ത് പറയാ റൈമിംഗ് വേർഡ്സ് എന്ന് പറയാം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, ഡോട്ട്, ലോട്ട്. ഓക്കെ, ഡോട്ടും അതുപോലെ തന്നെ ലോട്ട് ഉണ്ട്, ഒരു പെയർ എഴുതാനാണല്ലേ പറഞ്ഞത്. അപ്പൊ അതാ നമുക്ക് ഇങ്ങനെ എഴുതാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതാ പ്രൗഡ് ക്ലൗഡ് എന്ന് എഴുതാം, പ്രൗഡ് ക്ലൗഡ് എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, അപ്പൊ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു പോം തന്നിട്ട് അതിൽ നിന്നുള്ള അതാ റൈമിംഗ് വേർഡ്സ് എഴുതാൻ പറഞ്ഞാൽ ഇങ്ങനെ ആൻസർ എഴുതണം കേട്ടോ. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേടാ, ഫൈൻഡ് ഔട്ട് ദ വേർഡ് ദാറ്റ് മീൻസ് ഹാപ്പിനെസ്. ഹാപ്പിനെസ് എന്ന അർത്ഥം വരുന്ന ഒരു വാക്ക് ഇവിടെയുണ്ട്. ഓക്കെ, സന്തോഷവും ഉത്സവം എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു വാക്ക് ഇവിടെയുണ്ട്. ആ വാക്ക് ഏതാണെന്ന് മിസ്സിൻ്റെ കുട്ടികൾ ഒന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഫൈൻഡ് ഔട്ട് ദ വേർഡ് ദാറ്റ് മീൻസ് ഹാപ്പിനെസ്. ഹാപ്പിനെസ് എന്ന ആൻസർ വരുന്ന അല്ലാന്നുണ്ടെങ്കിൽ ഹാപ്പിനെസ് എന്ന മീനിങ് വരുന്ന ഒരു വേർഡ് ഇതിൽ നിന്ന് എന്താണ്, അതിൽ ഏതാണ് എന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. മാത്രമല്ല ഇതുപോലെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് നമ്മുടെ മാരത്തോണിൽ ചെയ്ത് തീർക്കണം. അപ്പോൾ ഇന്ന് വൈകിട്ട് കൃത്യം 7 മണിക്ക് നമ്മുടെ മാരത്തോൺ ഉണ്ടാവും. മാത്രമല്ല നമ്മുടെ 5ാം ക്ലാസ്സിൽ കൂടുതൽ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ 5ാം ക്ലാസ്സിലെ പ്രതി ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം. ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ടുള്ള നമ്പർ താഴെ ഈ ഒരു സ്ക്രോളിൽ നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും ഇന്ന് വൈകിട്ടത്തെ കാര്യം മറക്കണ്ട, നമ്മുടെ മാരത്തോൺ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് ഇനിയും കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.